ഈ പുണ്യമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിനെ ഓർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് എലിസബത്ത് ബെൻസൺ. ഞാൻ തൊടുപുഴയിൽ അരിക്കുഴ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 വർഷമായി UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 17-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് ആദ്യമായി കൃപാസനത്തെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ സമയത്ത് അമ്മ മാതാവ് തന്ന വളരെയേറെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എനിക്ക് OET പാസ്സാവാനും നഴ്സിംഗ് പാസ്സാവാനും അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനും സാധിച്ചത്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ UK എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ സിറ്റുവേഷനും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ മാതാവിനെയും ഈശോയും കംപ്ലീറ്റ് ആയിട്ട് മറന്നു. ഞാൻ കൂടുതലായിട്ടും ലൗകികമായ കാര്യങ്ങളിൽ സ്ഥലങ്ങൾ കാണാൻ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തു. ആത്മീയമായി ഞാൻ ദൈവത്തിന് വേണ്ടി 5 മിനിറ്റ് പോലും ഞാൻ ചിലവഴിച്ചില്ലായിരുന്നു. പണ്ടൊക്കെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ദൈവമായിട്ടുള്ളൊരു കണക്ഷൻ എൻ്റെ അടുത്ത് നിന്ന് പോയായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേ ബൈ ഡേ എനിക്ക് സ്റ്റെപ്പ് ഡൗൺ ആണ് നടന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു സമാധാനവും ഇല്ല, സന്തോഷമില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എനിക്ക് എപ്പോഴും സങ്കടമാണ്. നമ്മൾ UK ഉള്ളവർക്കറിയാം, നമ്മുടെ പേരൻസും ഫാമിലിയും ആരും അവിടെ കാണത്തില്ല. നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും തന്നെ അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കൂടുതൽ സമയം ഫോണിലാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ YouTube എടുത്തപ്പോഴാണ് എനിക്ക് കൃപാസനത്തിലൊരു സാക്ഷ്യം വന്നത്. ആ സാക്ഷ്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അന്ന് കുറേ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു, ഒത്തിരി കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര കരഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി സോറി പറഞ്ഞു. കാരണം ഞാൻ അമ്മയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അമ്മയെ ഞാൻ മറന്നു, ഈശോയെയും ഞാൻ മറന്നു പോയതിനെ ഓർത്ത് ഞാൻ സോറി പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം, മനസ്സിനൊരു റിലാക്സേഷൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി കിടന്നുറങ്ങുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ വാതിലിൽ വന്ന് ആരോ നോക്ക് ചെയ്തു. ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി നാട്ടിൽ പോയേക്കുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫ്ലാറ്റിലുണ്ടായിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആൾ തോക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ താഴെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ്, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു സിനഗോഗിൽ കുറച്ച് ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്തു. അപ്പം അവിടെ മൊത്തം പ്രശ്നമായി. അവരുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഞങ്ങളെ ആ 3 ദിവസത്തേന് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ച് കയറ്റിയില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ഞാൻ ഇട്ട ഡ്രസ്സിൽ ആ ഒരു ജാക്കറ്റ് മാത്രം ഇട്ട്, എൻ്റെ കയ്യിൽ ഒരു ബാങ്ക് കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവത്തിൻ്റെ തീക്ഷ്ണതയും തീവ്രതയും മനസ്സിലായപ്പം മാതാവിന് അത്ര വലിയ ആ അറ്റാക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്കായിരുന്നു അറ്റാക്ക് വരുന്നത്. ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ എന്നാണോ നാട്ടിലേക്ക് വരുന്നത് ഉറപ്പായിട്ടും അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. ആ 3 ദിവസവും മാതാവാണെങ്കിൽ അമ്മയുടെ നീലക്കച്ചയിൽ എന്നെ പൊതിഞ്ഞ്, എനിക്കൊരു പ്രശ്നവും എൻ്റെ കയ്യിൽ ബാങ്ക് കാർഡ് ഇല്ലായിരുന്നു, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം എന്ന് പറയുമ്പം ഫസ്റ്റ് ഡേ എനിക്ക് കൗൺസിലിൻ്റെ അക്കോമഡേഷൻ കിട്ടി. പിന്നെ 2 ദിവസം ഞാൻ എൻ്റെ കസിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ 1 മാസത്തിന് അവിടെ മൊത്തത്തിൽ സുരക്ഷിതമായി. അപ്പം ഞാൻ ആലോചിക്കുമോ, ഞാൻ ഇത്രയൊക്കെ മാതാവിനെ മറന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടും അമ്മ എന്നെപ്പറ്റി കരുതലുണ്ട്. ഞാൻ അമ്മയോട് എപ്പോഴും നന്ദിയും പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടുപോയതിനോർത്ത് സോറി പറഞ്ഞു. അതുപോലെ തന്നെ ഞാനൊരു മെൻ്റൽ ഹെൽത്ത് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ആദ്യം ചെന്നപ്പോൾ ഒന്നും ജോബ് അത്ര പാടായിട്ട് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ലാംഗ്വേജ്, നമ്മളിവിടെ പഠിക്കുന്ന രീതിയേ അല്ല അവിടുത്തെ പേഷ്യൻസിന് ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളായിട്ട് ചിലപ്പം ഷൗട്ട് ചെയ്ത് സംസാരിക്കാം. നമ്മളിവിടെ ഒരു രീതി വളർന്നു വന്നിട്ട് അവിടെ ചെന്ന് പെട്ടെന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ കൊളീഗ്സിൻ്റെ സൈഡിൽ നിന്നും പല പ്രശ്നങ്ങൾ. നമ്മൾ എത്ര ചെയ്താലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ ചെയ്യുന്നതിനെല്ലാം കുറ്റം, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ അവർ ക്രെഡിറ്റ് എടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസ് ചില സമയത്ത് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള പേഷ്യൻസാണ്. ചില സമയത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യാം. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ബലം എന്ന് പറയും, കാരണം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ വീട്ടുകാർക്ക് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് കാണും. അതുപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലവും കാശുരൂപവും ധരിച്ചാണ് പോകുന്നത്. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു പോകുന്ന ദിവസങ്ങളിൽ എനിക്കൊരു കുഴപ്പവും, ഞാൻ ചെല്ലുന്ന ഓഫീസിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും.
അപ്പം എന്നോട് ആൾക്കാരൊക്കെ പറയും എലിസബത്തിന് ഇച്ചിരി മുമ്പ് വരെ ഷിഫ്റ്റ് ഭയങ്കര പാടായിരുന്നു, എലിസബത്ത് വന്നപ്പോൾ തൊട്ട് ഷിഫ്റ്റ് എളുപ്പമായല്ലോ. കാരണം മാതാവിനെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പവും എനിക്ക് ഒരു അപകടങ്ങളൊന്നും വർക്കിൻ്റെ സ്ഥലത്തൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ വർക്ക് ചെയ്യുന്നിടത്തുള്ള കൊളീഗ്സ് മാറിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മേനെ വിളിച്ച് കരയുമായിരുന്നു. നമുക്കവിടെ പിടിച്ച് നിന്നേ പറ്റൂ, കാരണം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഞാനൊരു ദിവസം എനിക്ക് കണ്ടിന്യൂസ് നൈറ്റ് ഇട്ടു. 3 മാസമൊക്കെ നൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നാമത് നൈറ്റ് ചെയ്യാൻ എനിക്ക് തലവേദന അങ്ങനെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം രാവിലെ മൊത്തം എനിക്ക് സമൂഹവും അല്ലെ ലോകമായിട്ടൊരു കണക്ഷനും ഇല്ല. ഞാൻ ഒരു ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു. പെട്ടെന്ന് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അവർ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, എലിസബത്ത് ഇൻ്റർവ്യൂവിന് വരണമെന്ന്. എൻ്റെ ഒരു ഇൻ്റലിജൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു CV വെച്ചിട്ട് അവരെന്നെ ഒരിക്കലും വിളിക്കില്ല. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര ചുമ. ഞാൻ ഇച്ചിരി മാതാവിൻ്റെ ഉപ്പെടുത്ത് അമ്മ എനിക്ക് വിധിച്ചിട്ടുള്ളതാണ്, ഈ ജോലി എനിക്ക് തരണം, എനിക്ക് സ്ഥാനക്കയറ്റമല്ല, എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ മടുത്തു, എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങളും. ഞാൻ ഒപ്പിട്ടു പ്രാർത്ഥിച്ചു. ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ വളരെ പ്ലസൻ്റായ ലേഡി, നമ്മുടെ അമ്മ മാതാവ് ചിരിക്കുന്നതോടെ ഭയങ്കര ചിരിച്ചിരിക്കുക. ഞാൻ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫോർമലായിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ല പോയേ. ഞാൻ അവിടെ ചെന്നു. അവർ ചോദിച്ച എനിക്കറിയത്തില്ല, പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് ഫീല് വന്നു. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഉത്തരങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ പൊതുവെ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ഞാൻ എല്ലാ ആൻസറുകളും പറഞ്ഞു. പക്ഷേ എനിക്കറിയാം ആസ് എ പേഴ്സൺ ഞാൻ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ഭയങ്കര പൊട്ടത്തെറ്റായിരുന്നു. അവരെ എന്തായാലും ഒന്നും പറയാത്തതെന്ന് ഞാൻ ആലോചിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും ചുമ തുടങ്ങി. ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തു, 2 ദിവസം വെയിറ്റ് ചെയ്തു, 3 ദിവസം വെയിറ്റ് ചെയ്തു. അവരെന്നെ വിളിച്ചില്ല. പക്ഷേ പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിൽ 2:30 അതായത് അവിടുത്തെ 9 മണിക്ക് അവരെന്നെ വിളിച്ചു, എലിസബത്ത് ഇൻ്റർവ്യൂ സക്സസ് ആയിരുന്നു. അതും ബാൻഡ് 6 ഡെപ്യൂട്ടി വാർഡ് മാനേജറായിട്ടാണ്. എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും അത് കിട്ടില്ല. കാരണം ഞാൻ പഠിച്ചു വരുമ്പോൾ എൻ്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും അറിയാം ഞാനൊരു മോഡറേറ്റ് സ്റ്റുഡൻ്റാണ്. അതിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടോ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ല. എൻ്റെ കൂടെ വന്നവരിൽ ആർക്കും അത് കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ പോകാൻ പോകുന്നത് കുറച്ചും കൂടി എളുപ്പമുള്ള സ്ഥലത്തേക്കാണ്. എനിക്ക് ഒത്തിരി അമ്മ മാതാവിനോട് ഞാൻ തീരാത്ത കടപ്പാടുണ്ട്. ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ കുഞ്ഞായിരിക്കും ജനിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് തറവാട് വീടാ ഉണ്ടായിരുന്നുള്ളൂ. അത് പപ്പ വഴി അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ വീടാണ്. എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കസിൻസിനും എല്ലാവർക്കും നല്ല വീടുണ്ട്. ഞങ്ങൾക്ക് മാത്രം ഒരു നല്ല ഭവനമില്ല. എപ്പോഴും ഞങ്ങളുടെ ഒരു വലിയ ഡ്രീമായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞാൻ മാതാവിനോട് പറയുന്ന, അമ്മ എനിക്കൊരു വീട് തരണം, എനിക്ക് പുതിയൊരു ഭവനം തരണം. ഞാൻ ആ സ്ഥലത്ത് നാട്ടിലായിരുന്നപ്പോൾ എന്നും ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. UK-ലായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ടേബിളിൻ്റെ അവിടെ ഞാൻ കുഞ്ഞൊരു വീടെന്ന് വരച്ചിട്ട് അവിടെ ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മെയ്യിലൂടെ ഞങ്ങളുടെ വീട് പണി തുടങ്ങി. 9 മാസം കൊണ്ട് എനിക്ക് സ്വപ്നം കാണാവുന്നേക്കാൾ വലിയൊരു വീടാണ് അമ്മ മാതാവ് തന്നത്. 4 ബെഡ്റൂമാണ്. ഞാൻ അത്രയും വലിയ വീടൊന്നും ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇപ്പം ആ വഴിക്കോളെ പോകുന്ന എല്ലാ മനുഷ്യരും പറയുന്നത് ഇത്ര മനോഹരമായൊരു വീടാ അവിടെ എങ്ങും ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ അർഹിക്കാത്തതിനേക്കാൾ അത്ര അനുഗ്രഹമാണ് അമ്മ മാതാവ് തന്നത്. എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നമ്മൾ പ്രാർത്ഥിച്ച അമ്മ മാതാവ് എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറ്, ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത തുകയെടുത്ത് പാവപ്പെട്ട അമ്മമാർക്ക്, മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള അമ്മമാർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് സഹായം ചോദിച്ചാൽ എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ നോക്കത്തില്ല, ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനം കേൾക്കും. പിന്നെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ സംസാരിക്കുന്നത് എന്നോടായിട്ടായിരിക്കും. എനിക്ക് അതിനുള്ള ആൻസർ ആയിരിക്കും ജോസഫ് അച്ഛൻ പറയുന്നത്. നമുക്കത് ഭയങ്കര ഒരു സമാധാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നാട്ടിലായിരുന്നപ്പം പത്രങ്ങളിൽ എല്ലാവർക്കും കൊടുക്കാറുണ്ടായിരുന്നു. വീട്ടിൽ അമ്മയാണെങ്കിലും എല്ലാം 3-ാം ഞായറാഴ്ച ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് അത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് ആത്മീയമായി വന്നൊരു ചേഞ്ച് എന്ന് പറയുമ്പം, ഞാൻ പണ്ട് അങ്ങനെ ആർക്കും വേണ്ടിയൊന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഞാൻ പണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിസ്സാര കാര്യമായിക്കോട്ടെ, ഞാൻ വേറൊരാൾക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്,
നമ്മളെ ഇപ്പം എൻ്റെ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ പേരൻസില്ല നമ്മുടെ അടുത്ത് നമ്മൾ കൂടുതലും ലൗകികമായ ചിന്തകൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ ഫോണിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യത്തിലേക്ക് കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മൾ കംപ്ലീറ്റ്ലി ദൈവത്തെ വെറുക്കും. പക്ഷേ നമ്മളെപ്പോഴും ആത്മീയമായി അമ്മ മാതാവിനോടും ഈശോയോടും കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാലും ഉറപ്പായിട്ടും നമുക്ക് വലിയ കാര്യങ്ങൾ, വലിയൊരു ഗിഫ്റ്റ് അവിടെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ജപമാല ചൊല്ലും. ജപമാല പണ്ട് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ഇപ്പോൾ ഓരോ രഹസ്യം ചെല്ലുമ്പോഴും ഞാൻ ഓരോ നിയോഗം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പുറത്താവുമ്പം എനിക്ക് 2 ആഴ്ചയിലും എനിക്ക് പറ്റുന്ന മാസത്തിലൊരിക്കൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി കുമ്പസാരിക്കാറുണ്ട്. ഡ്യൂട്ടി ഇല്ലാത്തപ്പോൾ ഓൺലൈൻ കുർബാന കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരുണക്കൊന്ത. പിന്നെ ഏതൊരു വിഷമം വന്നു കഴിഞ്ഞാലും ആത്മവിശ്വാസ പ്രമാണം ചെല്ലും. അത് കഴിഞ്ഞു പിന്നെ പ്രതീക്ഷീകരണ പ്രാർത്ഥന. ഇപ്പം എനിക്ക് പെട്ടെന്നൊരു കാര്യം കിട്ടിയില്ല. അപ്പം എനിക്കതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റിലീഫാണ്. താങ്ക് യു. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം വചനമാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് എത്ര ദൂരം നമ്മൾ പോയാലും അതിലും കൂടുതൽ ഉത്സാഹത്തോടും സ്നേഹത്തോടും കൂടി ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ ഈശോയെ വിട്ടുമാറാതെ നിന്ന അമ്മയാണ്. വേദനയിലും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഉടമ്പടിയിലൂടെ അമ്മ നമ്മെ തിരിച്ചു വിളിക്കുകയാണ് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനായി. അകന്നുപോയ മക്കളെ തിരികെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നയിക്കുന്ന ആത്മീയ അമ്മയാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ. ആത്മീയ വഴിതെറ്റലിൽ നിന്ന് നേരായ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന അമ്മയാണ്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് എലിസബത്ത് ബെൻസൺ എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. UK ഒരു നല്ല ജോലി കിട്ടി. എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉള്ള ഒരു ജീവിതമായിരുന്നു. ലൗകികമായ ഒരു ജീവിതം, ആത്മീയമായ ഒരു ചിന്തയുമില്ലാതെ സന്തോഷത്തോടെ ഉള്ള കാലമായിരുന്നു. അത് അധിക നാൾ നീണ്ടില്ല. പിന്നീട് വീഴ്ചകൾ കൂടി, സമാധാനമില്ല, ഒന്നിലും സന്തോഷമില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഒരിക്കലും മറക്കാത്ത ആ ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ആ മകളുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ മകൾ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഈശോയുടെ അമ്മയിൽ കൂടെ ലഭിച്ച പ്രാർത്ഥനയുടെ ആസ്തിയിലാവാം ഈ മകളെ വീണ്ടും തിരികെ വിളിക്കുന്ന ഒരു രീതിയാണ് പരിശുദ്ധ അമ്മ അവിടെ സ്വീകരിച്ചത്. പെട്ടെന്ന് യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ സാക്ഷ്യം വരികയും പിന്നെ ആ മകൾ പെട്ടെന്ന് സാക്ഷ്യങ്ങൾ പലതും വീണ്ടും വീണ്ടും കേൾക്കുവാൻ തുടങ്ങുകയും ആ സാക്ഷ്യത്തിൽ കൂടെ തന്നെയാണ് ഈശോ ഈ മകളെ തിരികെ വിളിച്ചത്. ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകലാൻ കാണിച്ചോ അതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെയാണ് ഈ മകൾ തിരിച്ചു വന്നത്. പിന്നീട് പെട്ടെന്ന് തന്നെ അന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കാരണം UK പിന്നീടുള്ള ദിവസങ്ങളിലാണ് വലിയൊരു സംഭവം അവിടെ നടന്നത്. അടുത്തുള്ള സിനഗോഗിൽ അറ്റാക്ക് വരികയും വീണ്ടും ഇവരുടെ ഹൗസിൽ വെരിഫിക്കേഷന് വരികയും ഈ മകളെ 3 ദിവസം ഹൗസിൽ നിന്ന് പുറത്തു വിടുകയും ആ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് ഈ മകൾക്ക് ഹോൾഡ് ചെയ്യാനുണ്ടായിരുന്ന ഈശോയുടെയും അമ്മയുടെയും ഒരു സംരക്ഷണവും കരുതലുമാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ കരുതലോടെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നുള്ള ഒരു ബോധ്യമാണ് ഈ മകൾക്ക് പിന്നീട് വന്നത്. കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനകൾ, പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ആത്മീയ ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിച്ചപ്പോൾ വീണ്ടും ആ മകൾക്ക് ഓരോ വഴികൾ തുറന്നു കൊടുക്കുകയായിരുന്നു. പിന്നീട് ജോലി സ്ഥലത്തുണ്ടായിരുന്ന പ്രതിസന്ധികൾ,
പിന്നീട് അപ്ലൈഡ് ഫോർ എ പുതിയ ജോബിൽ അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിലും ഒരു നല്ലൊരു മാതാവിൻ്റെ പ്രസൻസാണ് ഈ മകൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. പിന്നീടായിരുന്നു നല്ലൊരു ജോലി നൽകി ഡെപ്യൂട്ടി വാർഡ് മാനേജറായിട്ട് ഈ മകൾക്ക് ഒരു നല്ലൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. കുറേ നാളുകളായി ഈ മകളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു നല്ല ഭവനത്തിനായിട്ട്. വർഷങ്ങളായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഒരു നല്ലൊരു ഭവനം വെറും ഒന്ന് അസാധ്യമായിട്ട് തോന്നി. അർഹിക്കാത്ത ഒരനുഗ്രഹമായിട്ടാണ് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഈ മകൾക്ക് ഒരു നല്ലൊരു ഭവനം ലഭിക്കുകയും അതും 9 മാസം കൊണ്ട് തീർത്ത ഒരു ഭവനം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വചനം പറയുന്നത് പോലെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ഈ മകൾ പൂർണ്ണമായി വിശ്വസിച്ചു. മാതാവും ഈശോയും കനിഞ്ഞൽകിയ ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ് ഇന്ന് ഈ മകളിവിടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. പിന്നീട് പറഞ്ഞത് ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ഓരോ ദിവസവും ഓരോ മെസ്സേജും വരുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജായിട്ടാണ് ഈ മകൾ കണക്കാക്കിയത്. ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലെ ബ്ലെസ്സിങ്സും അന്നത്തെ ദിവസത്തെ ഓരോ സെഷനിലുള്ള ഓരോ കാര്യങ്ങളും പറയുമ്പോഴും സ്വന്തം ജീവിതത്തിലേക്ക് എനിക്കായി നൽകുന്ന ഒരു മെസ്സേജായിട്ടാണ് ഈ മകൾ കണക്കാക്കിയത്. പിന്നീട് ഒരു വലിയൊരു ആത്മീയ വളർച്ചയിലേക്കാണ് ഈ മകൾ വന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. പിന്നീട് ഉടമ്പടി വന്നതിൽ പിന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. അതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ മകൾ കണക്കാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവത്തിലേക്ക് തിരികെ പോകാം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടാം. ഈശോയിൽ നിന്ന് എത്ര ദൂരം മാറിപ്പോയാലും അവിടുത്തെ കരുണയിലേക്ക് മടങ്ങി വരുന്ന വഴിയാണ് ഉടമ്പടി ജീവിതം. നമുക്കും കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ വിശ്വസ്തയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. എലിസബത്ത് ബെൻസനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.